എന്റെ പേര് തങ്കയനാടാരാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം 1 ഏക്കറോളം ബ്ലാത്താങ്കര ചീര കൃഷി ചെയ്തിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഞാൻ എപ്പോഴും ഈ ബ്ലാത്താങ്കര ചീരയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ ലാഭവും ഉണ്ട്, സാമ്പത്തികമായിട്ടും എനിക്ക് കൂടുതൽ ആദായമാണത്. പൂവാവാൻ താമസിക്കും. പിന്നെ മറ്റു ചീരയേക്കാൾ പ്രതിരോധ ശക്തി കൂടുതലാണ്. ഇലപ്പുള്ളി രോഗം കുറവാണ്. പിന്നെ നല്ല ശിഖരങ്ങളോടുകൂടെ എപ്പോഴും നമുക്ക് മുറിക്കാനുള്ള ചീര കിട്ടുന്നുണ്ട് എല്ലാ ആഴ്ചയും. ബ്ലാത്താങ്കര ചീരയുടെ പ്രത്യേകത നല്ല പ്രത്യേക ഒരു നിറമാണ്. അതിന്റെ നിറം തന്നെ നല്ല രക്തത്തിന്റെ ചുവപ്പാണ്. കൊച്ചുകുട്ടികൾ ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് ചോറിന് കൊണ്ടുപോകുന്ന കൂട്ടാൻ ചോറ് എടുത്ത് ഈ ചീരയായിട്ട് കുഴച്ചു വരുമ്പോൾ കംപ്ലീറ്റ് രക്തത്തിന്റെ നല്ല ചുവപ്പ് കളറായിരിക്കും. ഇതിന് ഗുണമേന്മയും കൂടുതലാണ്. അങ്ങനെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനാണ് ഈ ബ്ലാത്താങ്കര ചീര. പിന്നെ വെള്ളമിട്ട് കുടിക്കാൻ, തിളപ്പിച്ച് കുടിക്കാൻ അനേകം പേര് വന്ന് രോഗികളായ ആളുകൾ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച് അങ്ങനെ വന്ന് ചീര വാങ്ങിക്കൊണ്ടു പോകുന്ന അനേകം ആൾക്കാരുണ്ട്. ബ്ലാത്താങ്കര ചീര ദഹനം ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട്. പിന്നെ രക്തശുദ്ധിക്ക് വേണ്ടി, മരുന്നിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. നമ്മൾ ചീര വിളവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് വേണ്ടി തന്നെ ഒരു വിഭാഗം ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്. ഇതെല്ലാത്തിനും കാരണം ചീരയുടെ പ്രത്യേകതരം ഒരു കളറാണ്. പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അത് നമ്മളെ ഓരോരുത്തർ വന്ന് വാങ്ങും കാര്യം പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം മനസ്സിലാവുന്നത്. പലരും വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതെല്ലാത്തിനും കാരണം ഈ ചീരയുടെ ഒരു വെറൈറ്റി കളറാണ്. പിന്നെ കുടുംബശ്രീക്കാർ ചീര പായസം ഉണ്ടാക്കി പിന്നെ കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അവർ കറക്റ്റ് ആണ്. അവർ കള്ളം പറഞ്ഞ് അങ്ങനെ വാങ്ങുന്നതല്ല. അങ്ങനെ വന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടു പോകുന്ന അനേകം ആൾക്കാരുണ്ട്.